ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ കഷ്ണം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ആ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ബജിയുടെ മാവൊക്കെ കലക്കിയെടുക്കുന്ന പാകത്തിന് നമുക്കിതിലേക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒന്നിച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടും പാടില്ല. സാധാരണ നമ്മൾ ബജിയുടെ മാവ് ഉണ്ടാക്കുന്ന അതേ പാകത്തിൽ തന്നെ നിങ്ങൾ കലക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു സവാള, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കുറച്ച് പച്ചമുളകും കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒരുപാട് സമയം നിങ്ങളത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വഴറ്റിയതിലേക്ക് ഇത് കാണിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ. മറ്റേത് ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്കും തന്നെ കാണുമ്പോൾ ഒരുപാടായി പോവും. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മുളക്, മഞ്ഞൾ, ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു 4 കോഴിമുട്ട ഒന്ന് പുഴുങ്ങി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട 4 പീസായിട്ടൊന്ന് കീറിയെടുത്താണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. മുട്ടയുടെ ആ ഒരു മഞ്ഞ ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ വേണം നിങ്ങളിത് കോട്ട് ചെയ്തെടുക്കാൻ. മുട്ടയുടെ ആ മഞ്ഞ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ തട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഭാഗം കാണാതെ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പീസ് മുഴുവനായിട്ടും ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് വെച്ചിട്ട് കവർ ചെയ്യാം. ഞാൻ ആ ഒരു മഞ്ഞ ഭാഗം മാത്രമാണ് ഇതുപോലെ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ബാറ്റർ ഉണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട പുഴുങ്ങിയത് മാത്രം ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ മുട്ട ബജി കഴിക്കുന്നേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണയിലോ ഏതിലായാലും കുഴപ്പമില്ല, ഫ്രൈ ചെയ്തിട്ട് നമുക്കെടുക്കാം. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. സാധാ ഒരു ബജിയൊക്കെ ഉണ്ടാക്കുന്നേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. ഒരു സവാള വഴറ്റിയെടുക്കുക, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുക, ഇത്രയൊക്കെ തന്നെ നമുക്ക് സാധാരണ ഒരു മുട്ട ബജി ഉണ്ടാക്കുന്നതിലേറെ കുറച്ചും കൂടെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. മുഴുവനായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ക്രിസ്പി ആയിട്ടുള്ളൊരു ബജിയുടെ റെസിപ്പിയാണ്. ഓംലെറ്റ് ബജിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളവ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് കടലപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നുള്ള രീതിയിൽ എടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്.
മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഒരു നുള്ളു കായപ്പൊടി, അതുപോലെ കായം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കായം ഒഴിവാക്കുക. കായം കൂടെ ചേർക്കുമ്പോഴാണ് ബജിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രമായിട്ട് ചേർക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. സാധാരണ നമ്മൾ ബജിയുടെ മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് തന്നെ ഒന്ന് കലക്കിയെടുക്കുക. ഓവറായിട്ട് ലൂസാവരുത്, അതുപോലെ ഓവറായിട്ട് കട്ടിയാവും ചെയ്യരുത്. ഒരു പാകത്തിനായിട്ട് വേണം വരാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 1.25 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ഒഴിക്കുകയാണെങ്കിൽ കട്ടയായിട്ട് പോകും, അപ്പോൾ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മാവ് നിങ്ങൾക്ക് ഏത് ബജിക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 3 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മുട്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട വെച്ചിട്ടാണ് ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തക്കാളി ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അതുപോലെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ തക്കാളി എല്ലാവർക്കും ഇഷ്ടമായത് കാരണം തന്നെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ തക്കാളിയൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിത് അടുത്ത് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു ഓംലെറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ പീസും നമുക്ക് ഒരു മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ചൂടായിട്ടുള്ള ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ ഓംലെറ്റിൻ്റെ പീസും നമുക്ക് ബജിയുടെ ഒരു മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ഇതുപോലെ നമ്മുടെ വാഴക്കപ്പ പോലെ തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് സ്ക്വയർ പീസസ് ആക്കിയിട്ട് അങ്ങനെ വേണേൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓംലെറ്റ് സാധാരണ ഓംലെറ്റ് ആയിട്ട് കഴിക്കാൻ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ബജിയായിട്ട് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ട ബജിയല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബജിയാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരു 5 കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ആ ഒരു മഞ്ഞ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മുട്ട ബജി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മുട്ടയുടെ പീസ് ഡയറക്റ്റ് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാണ്. ഒരു ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ടമഞ്ഞ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഫില്ലിംഗ് പറയുന്നത്. വേറെ കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല, ഇത്രയും മതി. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി മൈദ ഞാൻ ഒരേ അളവിലാണ് ചേർക്കുന്നത് കേട്ടോ. 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, അതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പൊടിയിൽ മാത്രമായിട്ടും ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പകുതിയായിട്ട് എടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഈ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബജിയുടെ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കലക്കിയെടുക്കുക കേട്ടോ. നല്ല നമുക്ക് മുട്ടയുടെ ആ ഒരു പീസ് മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിൽ പിടിക്കുള്ളൂ. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഒലിച്ച് ഇതാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ കലക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് കുറേശ്ശെ എടുത്തിട്ട് മുട്ടയുടെ ഈ പീസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ചെടുത്തിട്ട് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ വെക്കുക കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു മുട്ടയുടെ ഫുള്ളായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ആ ഒരു ബാലൻസ് വരാത്ത രീതിയിൽ എല്ലാ പീസിലേക്കും ആക്കിയിട്ട് ഒന്ന് ഉരുട്ടി വെക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ മുട്ടയുടെ മഞ്ഞ അതിലുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ബൈൻഡായി നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഞാൻ അതുപോലെ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ബജിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പീസും നമുക്കിതുപോലെ തന്നെ ചെയ്ത് വെക്കാം. ഇപ്പോൾ കൂടുതലായിട്ട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നെ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. മുട്ടയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസുകളും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് നന്നായിട്ട് തന്നെ ഇതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നല്ല ചൂടായ ഓയിലിട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിൽ വേണേലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓയിലിന് കോരി മാറ്റാം. പ്രത്യേകിച്ച് ഉൾഭാഗം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ ബോയിൽ ചെയ്താണ്. അപ്പോൾ പുറം ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടിയാൽ മാത്രം മതി. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം കുറച്ച് സോഫ്റ്റായി പോവും. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നല്ല മൊരിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ബാക്കിയുള്ളവ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടി പിടിച്ചാൽ തിരിച്ചിടുന്ന സമയത്തൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാബേജിൻ്റെ കഷ്ണം അരിഞ്ഞത്, അതുപോലെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയിലും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. നിങ്ങൾക്ക് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെജിറ്റബിളും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബജിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടലപ്പൊടി ചേർക്കുന്നുണ്ട്. കടലപ്പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ. വളരെ കുറച്ച് ചേർത്താൽ മതി.
ഇനി ഇത് നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ ഈ ഒരു മാവ് നല്ല പോലെ തന്നെ മിക്സായി കിട്ടും. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകം വിട്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചാൽ കിട്ടുന്ന ഈ ഒരു പാകമാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തന്നെ മുട്ട ഒന്ന് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടാവണം. എത്ര മുട്ട വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അതുപോലെ മുട്ട ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെക്കുക. ഒരു മുട്ട രണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിന്ന് കുറച്ച് പരത്തിയിട്ട് മുട്ടയുടെ ഒരു പകുതി അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. മുട്ടയുടെ ആ ഒരു മഞ്ഞ ഭാഗം ഒരിക്കലും പുറത്ത് കാണരുത്. നമ്മൾ പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കൂട്ടോ. അപ്പോൾ ആ ഒരു മഞ്ഞ ഭാഗം നല്ല പോലെ തന്നെ കവർ ചെയ്തെടുക്കുക. അത്യാവശ്യം കട്ടിയിൽ മാവ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. എപ്പോൾ മുട്ട ബജി റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മേൽക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. സാധാരണ മുട്ട ബജിയേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓയിലിനെ കോരി മാറ്റാം. ഇത് നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. സോസ് ഇല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എപ്പോഴും വീട്ടിലുണ്ടാകുന്നതല്ലേ മുട്ട അതുപോലെ പച്ചക്കറികളൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കണില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു 3 റെസിപ്പീസും കൂടെ കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.